ബർത്ത്ഡേ ദിവസം കണ്ടാലോ? രാവിലെ എണീറ്റപ്പോൾ തന്നെ മുറ്റത്ത് നിറച്ച് ചപ്പും ചോറും കിടക്കുക. സാധാരണ ക്ലാസ് ഉള്ളതുകൊണ്ട് ഞാൻ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് തൂക്കാറുള്ളത്. ഇനി ബർത്ത്ഡേ ആയിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കുന്നവരോട് ഇതൊക്കെ തന്നെയാണ് എന്റെ പരിപാടി. ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ എനിക്കൊരു നോർമൽ ഡേ ആണ്, പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഞാൻ തൂത്തോണ്ട് നിന്നപ്പോൾ ചേച്ചി എനിക്ക് അപ്പുറത്ത് നിന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ പറയായിരുന്നു. ഞാൻ ചേച്ചിക്ക് എന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ 2 സ്റ്റെപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തൂത്ത് വാരിക്കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും തീ ഇടണം. തീ ഇട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം വരത്തില്ല. എങ്ങനെയൊക്കെയോ പരിശ്രമിച്ചിട്ട് അവസാനം തീ കത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ മാവിലുണ്ടായ മാങ്ങയാണ്. ഇത് റോഡിലോട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ കിട്ടാറില്ല. കിട്ടിയപ്പോൾ തന്നെ ഞാൻ എടുത്ത് ഭാഗത്ത് വെച്ചിട്ടുണ്ട്. തീയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ ഈ വെള്ളം നിറയ്ക്കുന്നത് നമുക്ക് പയറും പാവലിന്റെ ഒക്കെ ഒരു കൃഷിയുണ്ട്, ചെറിയ കൃഷി, ഞാൻ തന്നെ വെച്ചതാണ്. ഇവറ്റക്ക് വെള്ളം കൊടുത്തില്ലെങ്കിൽ അത് ശരിയാവില്ലല്ലോ. രാവിലെ ഞാൻ മുടങ്ങാതെ ചെയ്യുന്നൊരു കാര്യമാണ് ഈ ചെടി കൃഷി എന്നൊക്കെ പറഞ്ഞാൽ. എനിക്ക് ക്രേസ് കുറച്ച് കൂടുതലുള്ള മേഖലയാണ്. ഈ മുളകിൻ തൈ നിറച്ച് മുളകുണ്ട്. ഇത് ബ്രിഞ്ചോളാണ്. ഇത് വന്നിട്ട് വേറൊരു ടൈപ്പ് മുളക് തന്നെയാണ്. തീർന്നിട്ടില്ല, ഇനിയും നമുക്ക് കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്. ഇനിയും ഞാൻ വെള്ളം നിറയ്ക്കുന്നത് നമ്മുടെ വീട്ടിൽ ഇങ്ങനെയും കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഇവരെയും കൂടെ നമ്മൾ സംരക്ഷിക്കണമല്ലോ. അവർക്ക് വെള്ളം കൊടുത്തോണ്ടിരുന്നപ്പോൾ അവളുടെ അമ്മ എന്നെ സങ്കടത്തോടെ നോക്കുന്നു. ഇനി അവക്കും കൊടുക്കത്തില്ലേന്ന് ഓർത്തായിരിക്കും അങ്ങനെ നോക്കിയത്. നമ്മൾ കൊടുക്കാതിരിക്കുമോ? അവക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. അവർക്ക് 2 ബക്കറ്റ് വെള്ളം കൊടുത്തിട്ടുണ്ട്, കാരണം അവർക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ ബർത്ത്ഡേ മോർണിംഗ് എന്ന് പറയുന്നത്. ബൈ.